ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ വ്ളോഗ് എന്നൊക്കെ പറയാം. ഇന്ന് എൻ്റെയും എൻ്റെ ഗ്രാൻഡ്മയുടെയും ബർത്ത്ഡേ ആണ്. എൻ്റെ ഗ്രാൻഡ്മയെ ഞാൻ വിളിക്കുന്നത് സലാമി എന്നാണ്. സലാമിയുടെ ബർത്ത്ഡേ 25th എൻ്റെ ബർത്ത്ഡേ 26th ആണ്. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഇതുപോലെ തന്നെയാണ്, എല്ലാ പ്രാവശ്യവും ഒരുമിച്ചാണ് ആഘോഷിക്കാറ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. Happy birthday to you. ഹേ ഗേഴ്സ്, അപ്പോൾ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. ഇനി എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് എല്ലാവരും കേക്കൊക്കെ കഴിക്കുകയാണ്. നമ്മൾ ടെൻഡർ കോക്കറിൻ്റെ കേക്കായിരുന്നു വാങ്ങിയിട്ടുള്ള, സൂപ്പർ കേക്കായിരുന്നു ഗേഴ്സ്. അവള് കണ്ടു മുന്നേ സല്ലാമിക്കാന്ന് എന്തൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ട്. താങ്ക് യു. കലങ്ങണിയാന്ന് തോന്നുന്നു. പറ്റിപ്പാണോ? അനു എനിക്കിത് ഈ ഒരു ഡ്രസ്സായിരുന്നു ഗിഫ്റ്റായിട്ട് തന്നിട്ടുള്ളത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പർ സിമ്പിളായിട്ട് വേറെ പറ്റുന്നൊരു ഡ്രസ്സായിരുന്നു. അനു ആണ് എനിക്ക് ഗിഫ്റ്റ് തരുന്നത്. താങ്ക് യു അനു. ബർത്ത്ഡേ ഫോട്ടോഷൂട്ടിനായിട്ട് സെറ്റ് ചെയ്യണം. ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തോളൂ. എടുത്ത ഫോട്ടോസിലെല്ലാം കുറച്ച് പിൻട്രസ്റ്റ് വൈബിൽ എടുത്താണ്. മുഖം ഞാനാണെന്ന് പോലും അറിയാത്ത രീതിയിലൊക്കെയാണ് എടുത്തത്. എന്തായാലും എടുത്ത ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്യാം. നമ്മളവിടെ സ്കിൻ കെയർ ചെയ്യാൻ അപ്പുക്കുട്ടനുണ്ട്, ആലിയുണ്ട്, നമ്മളുണ്ട്. നൈറ്റ് സ്കിൻ കെയർ. കൈ വിട്ടുതരാം. ബ്യൂട്ടീഷ്യൻ അസ്നയോടൊപ്പം ആലിയാത്തി. അറിയാ മേരി സോണി സവാനി, മേരി ബഗ്ഗോ. ചോര കളർ കണ്ടോ? ഒരുത്തി ടാങ് ഉണ്ടാക്കുന്നു, ഒരുത്തി ഫേസ് ചെയ്തുള്ള പാക്ക് ഉണ്ട്. ഞാൻ എനിക്കും തീറ്റയാണ് മെയിൻ. പിന്നെ ബൂട്ട് ടീഷർട്ട് സൈഡിൽ കൂടെ അങ്ങ് പോകും. എത്ര സമയമെങ്കിലും ഫ്രിഡ്ജ് വെക്കാം നമുക്ക്. കട്ടയുണ്ട് അടുക്കള ഞാൻ കയറിയതാ മതി. സമയം എത്രയെന്ന്? 4 മണി. ഉറങ്ങിയിട്ടില്ല. കിടന്ന് റീൽസ് കാണും. ബാത്റൂമിൽ പോകും. അങ്ങനെ ഞങ്ങൾ ചുമ്മാ കുറേ റീലൊക്കെ എടുത്ത്
കിടന്നുറങ്ങി. ഏകദേശം 5 മണിയൊക്കെ ആയപ്പം 5 മണിയൊക്കെ ആയപ്പോഴാണ് ഉറങ്ങിയത്. എന്നിട്ട് ഞാൻ വൈകിട്ടായപ്പം വീട്ടിൽ വന്നു. അഞ്ചീത്ത എനിക്ക് സർപ്രൈസായിട്ടൊരു കേക്ക് കട്ടിങ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം കേക്കൊക്കെ പോയി കട്ട് ചെയ്തു. കേക്കൊക്കെ കട്ട് ചെയ്ത് വീട്ടിലേക്ക് വന്നപ്പോഴാണ് അടുത്ത സർപ്രൈസുമായി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് വന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ഗൈസ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ പറയുന്നത് ഫ്രെയിം, പേപ്പർ കട്ടിങ്സ് അല്ലെങ്കിൽ ഡ്രസ് ആവാൻ ചാൻസ് ഇല്ല. എന്തോ ആയിരിക്കും ആ പൊട്ടിയത് തന്നെ, അതെനിക്ക് ഉറപ്പാ. എന്നാലും വെറുതെ എനിക്കറിയായിരുന്നു. പ്രേമല്ല നിന്റെ ഇതെല്ലാം തെറ്റി. പ്രേമല്ല പ്രേമല്ല, എനിക്കറിയാമായിരുന്നു. അതല്ലേ ഞാൻ പറഞ്ഞ പ്രേമല്ലത്. അതല്ലേ എനിക്കല്ലേ അറിയാവൂ. കൊള്ളാടി അടിമത്തല്ലേ അല്ലേ തോന്നി. അതെ